ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിൽക്കിൻ്റെ ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ ചോക്ലേറ്റും അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ ഫ്ലേവറും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ബേക്ക് ചെയ്യാനുള്ളത് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ ഇപ്പോൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ബേക്കിംഗ് ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് അരിച്ചിട്ടെടുക്കാം. 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, ഓൾ പർപ്പസ് ഫ്ലോർ. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യണത്. ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാനിപ്പം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സാധാരണ കേക്കിലേക്ക് വേണ്ടുന്ന പോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ആണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കുക. അരിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കണം, എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുത്താൽ മതി. ഇനി നമ്മൾക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 4 മുട്ട നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഫോമി ആയിട്ട് വരുന്ന പോലെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആദ്യം ബീറ്റർ സ്പീഡ് കുറച്ചിട്ട് പിന്നെ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ മുട്ടയുടെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയം വരെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ പൊടിച്ചിട്ടോ പൊടിക്കാതെയോ ചേർക്കാം. ഇതിപ്പോൾ നല്ല ഫൈനായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഇത് നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, പാർട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3/4 കപ്പ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് വെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് മധുരം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 1 കപ്പ് ഫുള്ളായിട്ട് എടുക്കാഞ്ഞത്. അപ്പോൾ ഇതാ നമ്മളുടെ മുട്ടയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ളത് ബാച്ചായിട്ട് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിൽ സ്പീഡ് കൂടുതലാക്കിയിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത്ര സ്പീഡിൽ ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ മുട്ട ഒരു ബീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പതഞ്ഞ് വന്നിട്ടുള്ളതെല്ലാം താഴ്ന്നു പോവും. പതുക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ മിൽക്ക് മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളുടെ പൊടി ഇട്ട് കൊടുക്കുക, പൊടികൾ അരിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ബാച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇടയിൽ മിൽക്ക് മിക്സും അതുപോലെ തന്നെ അതായത് ആ ബൂസ്റ്റിൻ്റെ മിക്സ് പിന്നെ നമ്മൾ പൗഡറുകളും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാൻ. ഏറ്റവും ലാസ്റ്റ് ബീറ്റർ ഒന്ന് സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അങ്ങനെ നേരത്തെ നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, റിബൺ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ താഴെ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് സ്റ്റൗ ടോപ്പിലാണ് ഞാനിതിപ്പോൾ ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് കുക്കർ വെക്കുക. എന്നിട്ടൊരു 45-50 മിനിറ്റ് എടുക്കും. അത് ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ചൂടിനനുസരിച്ചിട്ട് ടൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ കേക്കിൻ്റെ ഫില്ലിങ്സിനുള്ള പ്രലൈൻ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ കാരമലൈസ് ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ തീയിൽ വെക്കുക. പതുക്കെ വേണം നമ്മളിത് കാരമലൈസ് ചെയ്തിട്ടെടുക്കാനായിട്ട്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിർബന്ധമില്ല. ഇനി ഷുഗർ നല്ലോണം കാരമലൈസ് ആയി ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാഷ്യൂസും അതുപോലെ ബദാമുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല ചൂടുള്ളതാണ്, കൈമേൽക്കൊന്നും ആവാതെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ബേക്കിംഗ് ഷീറ്റ് ബട്ടർ ഷീറ്റിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ, ബേക്കിംഗ് പേപ്പറിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ബട്ടർ ഈ സ്റ്റീൽ പ്ലേറ്റിൽ ഓൾറെഡി തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് കിട്ടും ചൂടാറുമ്പോൾ.
ഇനി ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആവണം. നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം മാത്രമാണ് നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു സമയം നമ്മളുടെ കേക്ക് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് ബേക്കായിട്ട്. ഇനി നമുക്കിത് മുകളിലത്തെ ആ ഒരു പാർട്ടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം ടോപ്പ് ആ ഒരു ക്രസ്റ്റ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഞാനൊരു 4 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഈക്വലി. നമുക്ക് എത്ര ലെയറാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്കിനി കേക്ക് വെറ്റ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ തന്നെ വെള്ളവും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട്. നല്ല മധുരത്തിലൊക്കെ നിങ്ങൾക്ക് കേക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ആവാം കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പാലും മിൽക്ക് മെയ്ഡും കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ബൂസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു കേക്കിന് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ടും വെറ്റ് ചെയ്യാം. പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു സമയത്ത് നമ്മുടെ പ്രളയം നന്നായിട്ട് ചൂടാറി വന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക വേണം കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അതിൽക്കും നമ്മൾ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ക്രീമും ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഡയറക്റ്റ്ലി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ സാഷകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റർ തുടങ്ങുക. അതിന് ശേഷം ഹൈ സ്പീഡിലിട്ടിട്ട് നല്ല സ്റ്റിഫ് പീക്സ് വരുന്ന വരെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഐസിങ് ചെയ്യാനായിട്ട് എളുപ്പത്തിനായിട്ട് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെക്കുക. ഞാനൊരു 4 ലെയറായിട്ടാണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. സെൻറ്റർ പോർഷനിലായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ അതായത് ബൂസ്റ്റ് മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ വെറ്റ് ചെയ്തിട്ടെടുക്കാനായിട്ട്. നല്ലോണം തന്നെ ഇത് വെറ്റ് ചെയ്തിട്ടെടുക്കാം. ഷുഗർ സിറപ്പ് യൂസ് ചെയ്യണവർ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റും ആ ഒരു പാലിൻ്റെ ഒരു ഇതൊക്കെ ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കേക്കിന് ഉണ്ടാവുക. ഇത് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വിപ്പിംഗ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയും, എളുപ്പമാണ്. ഒരേപോലെ എല്ലാ ഭാഗത്തേക്ക് ക്രീം എത്തുകയും ചെയ്യും. ഇനി അതിൻ്റെ മേലിലായിട്ട് ഞാൻ നേരത്തെ നമ്മൾ പ്രളയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലിലായിട്ട് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഒന്നും കൂടെ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുപോലെ ഓരോ ലെയറും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഓരോ സ്റ്റെപ്പും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ മുന്നേ ചെയ്ത് കേക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പാനിഷ് ഡിലൈറ്റിൽ നമുക്ക് ബൂസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഇടയിൽ കടിക്കുന്ന ഒരു നട്ട്സും അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവറുമാണ്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പ് ലെയറാണ്. ടോപ്പ് ലെയറും ഇതേപോലെ നമ്മൾ വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ട് സൈഡ്സിലൊക്കെ വിപ്പിംഗ് ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐസിങ് ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ക്രം കോട്ടാണ് ഞാൻ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും കേക്കിൻ്റെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നൈഫ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ലെവൽ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് ലെവലെടുത്തതിന് ശേഷം ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടോ ഒന്ന് സെറ്റാക്കുന്നുണ്ട്. ഇനി അതിന് ശേഷമാണ് മെയിനായിട്ടുള്ള നമ്മളുടെ തിക്കായിട്ടുള്ള കോട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നന്നായി തണുത്തതിന് ശേഷമാണ് ഞാൻ അടുത്ത ലെയർ കൊടുക്കുന്നത്. സെയിം ക്രീം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ഇടാതെ സാധാ വിപ്പിംഗ് ക്രീം മാത്രം കൊടുത്താലും കുഴപ്പമില്ല. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു സ്ക്രേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ പലറ്റ് നൈഫ് വെച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കേക്ക് നന്നായിട്ട് ലെവൽ ചെയ്തിട്ടെടുക്കുക. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ലെവൽ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ സ്ക്രേപ്പർ വെച്ചിട്ടാണ് ഞാൻ സൈഡ്സും അതുപോലെ തന്നെ ടോപ്പ് പോർഷനൊക്കെ ലെവൽ ചെയ്തിട്ടെടുക്കുന്നത്. എക്സ്ട്രാ വരുന്ന കേക്ക് മൊത്തം ക്രീമെല്ലാം മാറ്റി ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടെടുക്കുക. പിന്നെ എയർ ബബിൾസൊക്കെ ഉള്ള ഭാഗത്ത് കുറച്ചും കൂടി ക്രീം അപ്ലൈ ചെയ്തിട്ട് അത് വീണ്ടും ലെവൽ ചെയ്തിട്ടെടുത്താൽ മതിയാവും.
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷാർപ്പ് എഡ്ജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കേക്ക് ബോർഡിലുള്ള എക്സ്ട്രാ ക്രീമൊക്കെ ഒരു ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. കാരണം ഇതിൻ്റെ മേലെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടുള്ള ഡിസൈനാണ്, ഡ്രിപ്പ് ഡിസൈനാണ്. അപ്പോൾ നല്ലോണം തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഡ്രിപ്പായിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗണാഷ് എന്ന് പറയുന്നത് ചോക്ലേറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ആക്കിയിട്ടുള്ള മിക്സാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണാഷ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നേരം ഇതൊരു ചൂടുവെള്ളത്തിൽ പൈപ്പിംഗ് ബാഗ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസായിട്ട് കിട്ടും. ഞാൻ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം കൊണ്ടാണ് ഇത് ഈ ഒരു തിക്നെസ്സിൽ തന്നെ ചെയ്തു പോയത്. പക്ഷേ നല്ല ലൂസായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഗണാഷ് ഞാൻ മൊത്തമായിട്ട് ടോപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇതേപോലെ പലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്ന ഡിസൈനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഇതിൻ്റെ മേലെ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നോസിൽ വെച്ചിട്ട് ഫ്ലവർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ചോക്ലേറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പം കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ട് അതുപോലെ തന്നെ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ സൈഡ്സിൽ ഓറിയോ ബിസ്ക്കറ്റും ചോക്ലേറ്റും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഗോൾഡൻ ഷുഗർ ബോൾസും വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചോക്ലേറ്റ് ലോഡഡ് സ്പാനിഷ് ഡിലൈറ്റ് ഫ്ലേവറിലുള്ള കേക്കാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സൊക്കെ ഇതിൻ്റെ സൈഡ്സിലും അതുപോലെ തന്നെ മുകളിലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റ്, ഷുഗർ ബോൾസ് ഇതെല്ലാം നമ്മൾ വെച്ചതിന് ശേഷം ഞാൻ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈനും കൂടി ഇതിൻ്റെ മേലിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് 100 N1 നോസിലോ അതല്ലാന്നുണ്ടെങ്കിൽ 1M നോസിൽ വെച്ചിട്ടോ ഫ്ലവർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഡിസൈൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഡിസൈനെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം സൈഡിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പ്രളയിൻ്റെ ബാക്കിയുള്ളത് കുറച്ചിങ്ങനെ ഉണ്ട്. അതിങ്ങനെ സൈഡിൽ നേരിയ ഒരു വിഡ്ത്തിൽ വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ആ ചോക്ലേറ്റ്സും എല്ലാം ഗോൾഡൻ ഡസ്റ്റ് അല്ലെങ്കിൽ എഡിബിൾ ഗോൾഡൻ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് മുന്നേ ചെയ്തിട്ടുള്ള ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്